ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഹൃദ്ധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. വളരെ സ്പഷ്ടമായിട്ട് ഭഗവാൻ ഇവിടെ കേൾപ്പിക്കുന്നു. ഇങ്ങനെ എല്ലാ ജീവരാശിയുടെയും ഉള്ളിൽ ജീവനായിട്ട് ഞാനിരിക്കുന്നു ഭഗവാൻ പറയാൻ. ഭഗവാന് എങ്ങനെ ജീവത്വം വരുന്നു? പരമാത്മാവിന് ജീവത്വം വരുന്നത് മനസ്സ്, അതേപോലെ ജ്ഞാനേന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ ഈ പ്രകൃതി തത്വങ്ങളോട് ബന്ധപ്പെടുമ്പോഴാണ് നിർഗുണ നിരാകാര ബ്രഹ്മത്തിന് ജീവത്വം വരുന്നത്. ആ ജീവനെ ധ്യാനികളായിട്ടുള്ള ആളുകൾക്ക് കാണാം. ആ ജീവൻ ശരീരം സ്വീകരിക്കുന്നു. ചെയ്യേണ്ട കർമ്മങ്ങൾ അനുഷ്ഠിച്ചു കഴിയുമ്പോഴേക്കും, കർമ്മവാസനകൾ തീരുമ്പോഴേക്കും ശരീരം വിട്ടുപോകുന്നു. ജീവൻ മരിക്കുന്നില്ല. ശരീരമാണ് ജനിക്കുന്നതായും മരിക്കുന്നതായും നമുക്ക് അനുഭവപ്പെടുന്നത്. ഇനി അങ്ങനെ ജീവന്മാരുടെ കാര്യം പറഞ്ഞു, മനുഷ്യനായാലും മൃഗമായാലും പുല്ലായാലും പുഴുവായാലും. അപ്പൊ ബാക്കി ജഡമെന്ന് നമ്മൾ കരുതുന്ന പദാർത്ഥങ്ങളുണ്ടല്ലോ, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, അതേപോലെ മണൽത്തരികൾ, മഹാപർവ്വതങ്ങൾ, നദികൾ, സമുദ്രങ്ങൾ, അവയുടെ കാര്യമോ? നമ്മുടെ മനസ്സിൽ സംശയം വരാം. വ്യാസം പറയുന്നു, കൃഷ്ണൻ പറയുന്നു, യഥാദിത്യഗതം തേജോ ജഗദ്ഭാസയതേഖിലം യച്ചന്ദ്രമസി യച്ചഗ്നൗ തത്തേജോ വിദ്ധി മാമകം. ഈ സൂര്യനിലിരിക്കുന്ന തേജസ് എന്റേതാണ്. ഞാനാണ് സൂര്യന്റെ ഉള്ളിലിരിക്കുന്നത്. ഞാനില്ലാത്ത ഒരിടവുമില്ല. ജീവരാശിയുടെ ഉള്ളിൽ മാത്രമല്ല, ജീവനെന്ന് ലോകത്തിലുള്ളവർ ധരിച്ചു വെച്ചിരിക്കുന്ന സൂര്യന്റെ ഉള്ളിൽ ഞാനായിരിക്കുന്നേ, ചന്ദ്രന്റെ ഉള്ളിൽ ഞാനായിരിക്കുന്നേ, അഗ്നിയുടെ ഉള്ളിൽ ഞാനായിരിക്കുന്നേ. അവരിൽ നിന്നിട്ട് തേജസ്, പ്രകാശം ലോകമെമ്പാട് വ്യാപിക്കുന്നുണ്ടല്ലോ. ആ തേജസ് എന്റെ തേജസ്സാണ്. തേജോ വിദ്ധി മാമകം. മാമകം എന്റേതായിട്ടുള്ള തേജസ്സാണ് എന്ന് വിദ്ധി അറിഞ്ഞുകൊള്ളൂ. ഏതാദിത്യഗതം തേജോ, ആദിത്യനിൽ ഇരിക്കുന്നതായ തേജസ് ജഗത് ഭാസയതേഖിലം, ഈ ലോകത്തിനെ മുഴുവൻ പ്രകാശിപ്പിക്കുന്നു. പ്രപഞ്ചത്തെ പ്രകാശിപ്പിക്കുന്ന ആദിത്യന്റെ യാതൊരു തേജസ്സാണോ ഉള്ളത്? ചന്ദ്രമസി, ലോകത്തെ പ്രകാശിപ്പിക്കുന്ന ചന്ദ്രന്റെ യാതൊരു തേജസ്സാണോ ഉള്ളത്? അഗ്നിയിൽ യാതൊരു തേജസ്സാണോ ഉള്ളത്? അത് എന്റെ തേജസ്സാണ് എന്ന് അറിഞ്ഞുകൊള്ളൂ. അതിന്റെ ഉള്ളിലിരിക്കുന്ന ഞാനാണ് എന്ന് മാത്രമല്ല, ഗാമാവിശ്യച ഭൂതാനി ഹരയാമ്യഹമോജസ. ഞാൻ ഈ ഭൂമിയിലേക്ക് പ്രവേശിച്ചിട്ട് എന്റെ കരുത്തുകൊണ്ട് ഈ ഭൂമിയിലുള്ള സകല പദാർത്ഥങ്ങളെയും, ജീവനില്ലാത്ത പദാർത്ഥങ്ങളെയും ഞാൻ ധരിക്കുന്നു, ഞാൻ ചുമക്കുന്നു, ഞാൻ അതിനെ ഉള്ള വസ്തുക്കളാക്കി തീർക്കുന്നു, അതിനെ അതിൻ്റെതായുള്ള കർമ്മങ്ങൾ പ്രവർത്തിപ്പിക്കാൻ ശേഷിയുള്ളവരാക്കി തീർക്കുന്നു. സൂര്യനൊരു കർമ്മമുണ്ട്, നമുക്കറിയാം, ലോകത്തെ പ്രവർത്തിപ്പിക്കുന്ന കർമ്മം അത് സൂര്യൻ ചെയ്യുന്നു. ചന്ദ്രൻ ചെയ്യേണ്ട കർമ്മം ചന്ദ്രൻ ചെയ്യുന്നു, വിട്ടുവീഴ്ചയില്ല. അഗ്നി ചെയ്യേണ്ട കർമ്മങ്ങൾ അഗ്നി ചെയ്യുന്നു, വിട്ടുവീഴ്ചയില്ല. എന്താ കാര്യം? അതിന്റെ ഉള്ളിലിരിക്കുന്ന പരമാത്മാവാണ്. അതേപോലെ തന്നെ ഗാമാവിശ്യച ഭൂതാനി ധാരയാമ്യഹമോജസ. ഞാൻ എന്റെ ഓജസ് കൊണ്ട്, എന്റെ കരുത്തുകൊണ്ട് ഈ ഭൂമിയിൽ പ്രവേശിച്ച് ഭൂമിയിലുള്ള സർവ്വപദാർത്ഥങ്ങളെയും, ജഡമെന്ന് എല്ലാവരും ധരിച്ചു വെച്ചിരിക്കുന്ന സർവ്വപദാർത്ഥങ്ങളെയും ഞാൻ ധരിക്കുന്നു, ഞാൻ അത് ഉള്ളതാക്കി തീർക്കുന്നു. വത്സസ്തേയം എന്നുള്ള കഥ ഭാഗവതത്തിലുള്ളതാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. വിരണ്ടുപോയ ബ്രഹ്മാവ്, കൃഷ്ണന്റെ ആ അത്ഭുതം കണ്ട് വിരണ്ടുപോയ ബ്രഹ്മാവ് നോക്കുമ്പോ ഭൂമിയിലെ ഓരോ മണൽത്തരിയും ഓരോ വൈകുണ്ഠം. മണൽത്തരി നമ്മുടെ ഉള്ളിൽ ഭഗവാൻ ഇരിക്കുന്നു. നമ്മുടെ ഉള്ളിൽ മാത്രമല്ല, മണൽത്തരിക്കുള്ളിലും
ആറ്റമിനുള്ളിലും ഭഗവാൻ ഇരിക്കുന്നു. ഇതിനെയെല്ലാം ഞാൻ ധരിക്കുന്നു. അതാണ് പുഷ്ണാമി ഔഷധി സർവ സോമോ ഭൂത്വാ രസാത്മകഃ. രസാത്മകനായ ചന്ദ്രൻ ആയി തീർന്നിട്ട്, രസം ആത്മാവായിട്ടുള്ള ചന്ദ്രനായി തീർന്നിട്ട്, ഇത് എഴുതി വെച്ചിരിക്കുന്ന 5000 വർഷം മുമ്പാ. ജലം ആത്മാവായിരിക്കുന്ന ചന്ദ്രനായി തീർന്നിട്ട്, ഞാൻ ജലം ആത്മാവായിരിക്കുന്ന ചന്ദ്രനായി തീർന്നിരിക്കുന്നു. ലോകത്തിന്റെ മുന്നില് ഇന്നലെ വരെയും ലോകം സംശയിച്ചിരുന്നു ചന്ദ്രനിൽ ജലമുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തില്. ലോകത്തിന്റെ മുന്നില് ചന്ദ്രനിൽ ജലമുണ്ട്, ജലമയനാണ് ചന്ദ്രൻ എന്ന് തെളിയിച്ചു കൊടുത്തത് ഭാരതത്തിലെ ശാസ്ത്രജ്ഞന്മാരാണ്. അവർക്ക് ആ ഒരു ഭാഗ്യവും കരുത്തും നമുക്കുണ്ടായി. ഇത് യോഗിമാര് അവരുടെ തപസ് കൊണ്ട് നേരിട്ട് അനുഭവിച്ചറിഞ്ഞിട്ട് ഇതാ പറയാണ് രസാത്മക. ഇത് പറഞ്ഞു വെച്ചിരിക്കുന്ന 5000 വർഷം മുമ്പാണ്. രസാത്മകനായ ചന്ദ്രൻ, വെള്ളം ആത്മാവായിരിക്കുന്ന ചന്ദ്രൻ, ആ ചന്ദ്രൻ ആയിത്തീരുന്നത് ആരാ? ഞാനാണ്. സോമോ ഭൂത്വ, ഞാൻ രസാത്മകനായ സോമോ ഭൂത്വ ചന്ദ്രനായി തീർന്നിട്ട് ഓഷധി സർവാഹ, എല്ലാ ഓഷധികളെയും എല്ലാ സസ്യങ്ങളെയും ഞാൻ പുഷ്ണാമി, ഞാൻ പോഷിപ്പിക്കുന്നു. എല്ലാ സസ്യങ്ങളെയും, പുല്ലിനെയും പുഴുവിനെയും, ചെറുതോ വലുതോ ഉള്ള വ്യത്യാസങ്ങൾ പോഷിപ്പിക്കുന്നത് ഞാനാണ്. എന്തിന്? എല്ലാവരുടെയും, മനുഷ്യനെന്നോ മൃഗമെന്നോ ജീവനില്ലാത്ത വസ്തുക്കളെന്നോ ഉള്ള വ്യത്യാസമില്ലാതെ എല്ലാത്തിന്റെയും ഉള്ളിൽ ഇരുന്നു കൊണ്ട് അതത് വസ്തുക്കൾ ചെയ്യേണ്ട ജോലി ചെയ്യുന്നത് ഞാനാണ്. അഹം വൈശ്വാനരോ ഭൂത്വ പ്രാണിനാം ദേഹമാശ്രിതഃ പ്രാണാപാനസമായുക്തഃ പചമ്യന്നം ചതുർവിധം. ഞാനാണ് വൈശ്വാനരനായി തീർന്നിട്ട് എല്ലാ പ്രാണികളുടെയും ശരീരത്തിലിരുന്ന് വൈശ്വാനരാഗ്നിയായിട്ട് എല്ലാ പ്രാണികളുടെയും ശരീരത്തിലിരുന്ന്, അവരുടെ ജഠരത്തിലിരുന്ന്, വയറിലിരുന്നിട്ട് അവർ കഴിക്കുന്നതായ അന്നത്തെ, 4 തരത്തിലുള്ള അന്നത്തെ ഭജിക്കുന്നത് ഞാനാണ്. നമ്മുടെ ഉള്ളിലിരിക്കുന്ന ജഠരാഗ്നി ഉണ്ടല്ലോ, അത് ഭഗവാനാണ്, വൈശ്വാനരാഗ്നി. അദ്ദേഹം അവിടെ ഇല്ലെങ്കിൽ നമുക്ക് വെള്ളം കുടിക്കണമെന്ന് പോലും തോന്നൂല, ഭക്ഷണം കഴിക്കണമെന്ന് തോന്നില്ല. ഇഷ്ടവിഭവങ്ങൾ മുന്നിൽ കൊണ്ടുവച്ചാലും അദ്ദേഹം സമ്മതിച്ചില്ലെങ്കിൽ ഒന്നും കഴിക്കാൻ പറ്റില്ല. നാം ഇത് കഴിക്കുന്നത് അവിടെ, അത് കഴിക്കാനായിട്ട് അദ്ദേഹം ഇരിക്കുന്നു, അദ്ദേഹം ജ്വലിക്കുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ഞാൻ പ്രാണരാഗ്നിയായിട്ട് പ്രാണികളുടെ ശരീരത്തിൽ, പ്രാണിനാം ദേഹമാശ്രിത, പ്രാണികളുടെ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് പ്രാണാപാന സമായുക്ത, പ്രാണൻ അപാനൻ എന്നിവയോട് ചേർന്നിട്ട് ചതുർവിധം അന്നം പച്ചാമി, 4 തരത്തിലുള്ള അന്നങ്ങളെ ഞാൻ പചനം ചെയ്യുന്നു, ദഹിപ്പിക്കുന്നു, അതിനാഗിരണം ചെയ്യും. ഏതാ 4 വിധമായ അന്നങ്ങള്? നമ്മൾ കഴിക്കുന്ന അന്നം 4 പ്രകാരത്തിലുള്ളതാണ്. അന്നം, ഭക്ഷണം 4 പ്രകാരത്തിലാണ്. ഖാദ്യം, ചവച്ച് തിന്നുന്നവ; പേയം, കുടിക്കുന്നവ; പിന്നെ ലേഹ്യം, നക്കി തിന്നുന്നവ; ചൂഷ്യം, ഇങ്ങനെ നമ്മള് സ്രാവച്ച് ഇങ്ങനെ ഗ്ലാസ്സിൽ നിന്നിട്ട് വെള്ളം കുടിക്കുമല്ലോ, സ്രാവിച്ച് കുടിക്കുമല്ലോ, അതാണ് ചൂഷണം ചെയ്യുക, വലിച്ചെടുക്കുക. ഇങ്ങനെ 4 തരത്തിലാണ് നമ്മൾ കരിക്ക് കുടിക്കുന്നത്. അങ്ങനെയാണ്, കരിക്കിൽ ദ്വാരം ഇട്ടിട്ട് ഇങ്ങനെ വലിച്ചു കുടിക്കും. അപ്പോ 4 തരത്തിലാണ് നമ്മൾ അന്നം കഴിക്കുന്നത്. നമ്മളുടെ അന്നം 4 പ്രകാരത്തിലുണ്ട്. അപ്പൊ ഈ അന്നത്തെ മുഴുവൻ ഞാൻ ഉള്ളിലിരുന്നു കൊണ്ട് ഞാൻ ദഹിപ്പിക്കുന്നു. എന്തിനാ ഇത് പറഞ്ഞതെന്നറിയോ? നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു ഉദാഹരണം പറഞ്ഞു, ബാക്കി നമ്മൾ മനസ്സിലാക്കിക്കൊള്ളാം. എന്താ? നമ്മുടെ ശരീരത്തിലെ സകല പ്രവൃത്തികളും ചെയ്യുന്നത് ഞാനാണ്. അതാണ് ഭഗവാൻ പറഞ്ഞത്. ഓരോ കോശത്തിനുള്ളിൽ ഇരുന്നു കൊണ്ടും, ഓരോ കോശത്തിലും ഓരോ നിമിഷത്തിലും 100 ജോലികൾ ചെയ്യുന്നു. ഈ 100 ജോലികൾ ചെയ്യുന്നത് ആരാ? ഞാനാണ്. നമ്മുടെ മനസ്സിലിരുന്നു കൊണ്ട്, സൂക്ഷ്മ ശരീരത്തിന്റെ ഭാഗമാണ് മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം, ഇതൊക്കെ സൂക്ഷ്മ ശരീരത്തിന്റെ ഭാഗമാണ്. അവിടെ ഇരുന്നു കൊണ്ട് മനസ്സും ബുദ്ധിയും ഒക്കെ ചെയ്യേണ്ടതായ ജോലികൾ ചെയ്യുന്നത് ആരാ? ഞാനാണ്. എന്നിൽ നിന്ന് വേറെ അല്ലേ ആരും. ഭഗവാൻ പറയാണ്, ഞാനാണ് ഇതെല്ലാം ചെയ്യുന്നത്. പക്ഷേ നമ്മള് അത് മനസ്സിലാക്കുന്നില്ല. അതാണ് മനുഷ്യന് പറ്റുന്ന കുഴപ്പം.
നമ്മൾ വിചാരിക്കുന്നു ഞാനാണ് ചെയ്യുന്നത്. ആരാ ഞാൻ? ഈ ശരീരം. അതാണ് നമ്മൾ വിചാരിക്കുന്നത്. ഈ ശരീരം, ഈ ശരീരമാണ് ഞാൻ, ഈ മനസ്സാണ് ഞാൻ, ഈ ബുദ്ധിയാണ് ഞാൻ. ഇതാണ് നമ്മുടെ എല്ലാം വിചാരം. നമ്മളെല്ലാം ഇതെല്ലാം ഞാൻ ചെയ്യുന്നു, എന്റെ കൈമത്വമാണ്. പക്ഷെ അല്ല, നമ്മുടെ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ഇത് മുഴുവൻ ചെയ്യുന്നത് ആ വലിയ ഞാൻ, പരമാത്മാവ്, ഭഗവാൻ, അദ്ദേഹമാണ്. ഇല്ലെങ്കിൽ നമുക്ക് പറ്റുമോ? ഇപ്പൊ നമ്മള് 2 മണിക്ക് നമ്മുടെ യജ്ഞം തുടങ്ങി, ഇപ്പൊ ഇതാ 4:35 ഇത്രയും സമയത്തിനിടയ്ക്ക് നമ്മള് ശ്വസിച്ചല്ലോ. നമ്മൾ അറിഞ്ഞുകൊണ്ടാ ശ്വസിച്ചേ. നമ്മുടെ ശരീരത്തിൽ ഈ ശ്വാസോച്ഛ്വാസം നമ്മൾ ഉറങ്ങുമ്പോഴും നടക്കുന്നുണ്ട്. നമ്മൾ അറിഞ്ഞിട്ടാണോ? നമ്മൾ ശ്വാസം എടുത്തു വിടുന്നത് എന്തെങ്കിലും ചില പ്രത്യേക കഠിനമായ ജോലി ചെയ്യുമ്പോൾ ശക്തി സംഭരിക്കേണ്ടി വരും. അപ്പോൾ മാത്രമേ, ഇല്ലാത്തപ്പോ ശ്വാസത്തിന്റെ കാര്യമൊന്നും നമ്മൾ ചിന്തിക്കാറില്ല, അത് അറിയാറുമില്ല. ആരാ ഇത് ചെയ്യുന്നേ? ഉറങ്ങുമ്പോഴും ശ്വസിക്കുക, ഉറങ്ങുമ്പോ ഹൃദയം പിടിക്കുന്നില്ലേ? ആരാ ചെയ്യുന്നേ? നമ്മൾ ആരെങ്കിലും ആണോ? ഒരു ചക്രവർത്തിക്ക് പോലും അതിന് ശേഷിയില്ലല്ലോ. രക്തചക്രമണം നടക്കുന്നില്ലേ? എല്ലാം, സകല കാര്യങ്ങളും, അത് സൂര്യനിലായാലും ചന്ദ്രനിലായാലും നക്ഷത്രങ്ങളിലായാലും മണൽത്തരിയിലായാലും മനുഷ്യ ശരീരത്തിലായാലും മൃഗശരീരത്തിലായാലും സകല കാര്യങ്ങളും അദ്ദേഹം ഗാമാവശ്യ ഭൂമിയിലേക്ക് പ്രവേശിച്ചിട്ട്, ഇത് എല്ലാത്തിലേക്കും പ്രവേശിച്ചിട്ട് ഇതിനകത്തിരുന്നു കൊണ്ട് അദ്ദേഹം ഇതെല്ലാം ചെയ്യുന്നു. നമ്മളൊന്നും ചെയ്യുന്നില്ല. ആ പരമാത്മാവാണ് ഇതെല്ലാം ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ എല്ലാം ചെയ്യാനുള്ള ശേഷി അദ്ദേഹത്തിനേ ഉള്ളൂ. പക്ഷെ നമ്മള് ഞാൻ ചെയ്യുന്നു എന്ന് അഹങ്കരിക്കുന്നു. ഫലം എന്തെന്നറിയോ? ചെയ്യുന്നതൊക്കെ അദ്ദേഹമാ. നല്ലതായാലും ചീത്തയായാലും. ചീത്ത ചെയ്യുന്നത് നമ്മളുടെ മനസ്സിന്റെ കുഴപ്പം കൊണ്ടാണ്. ഞാൻ ചെയ്യുന്നു എന്ന വിചാരത്തില് നമ്മുടെ മനസ്സുകൊണ്ട് തെറ്റായുള്ളത് സങ്കല്പിച്ച് അതിനുവേണ്ടി ശ്രമിക്കുമ്പോഴാണ് ആയിട്ടുള്ളത് സംഭവിക്കുന്നത്. അദ്ദേഹമാണ് എല്ലാം ചെയ്യുന്നത്. പക്ഷെ ഞാൻ ചെയ്യുന്നു എന്ന് അഹങ്കരിക്കുന്നു. അപ്പോ പറ്റുന്ന കുഴപ്പം എന്നറിയോ? കർമ്മബന്ധം വന്ന് പിടികൂടുന്നു. ഇങ്ങനെയാണ് കർമ്മവാസന ഉണ്ടാവണേ. യഥാർത്ഥത്തിൽ നമ്മൾ ഒന്നും ചെയ്യുന്നില്ല, ഒന്നും ചെയ്യാൻ നമുക്ക് ശേഷിയില്ല. നമുക്ക് അനങ്ങണമെന്നുണ്ടെങ്കിൽ ഭഗവാൻ അനുഗ്രഹിക്കണം, എങ്കിലേ അനങ്ങാൻ പറ്റൂ. ഇല്ലെങ്കിൽ വിരലനങ്ങില്ല. വലിയ ചക്രവർത്തിമാരുടെ കൈയും കാലും വിരലും പോലും അനങ്ങില്ല. ലോകത്തെ മുഴുവൻ കിടിക്കിയ ആളുകൾ എന്റെ കരുത്ത് കൊണ്ട് ഇതൊക്കെ ചെയ്തു. പക്ഷെ ഇപ്പോ എന്താ, വിരല് പോലും അനക്കാൻ പറ്റുന്നില്ല. അനങ്ങണമെങ്കിൽ അദ്ദേഹം അനുഗ്രഹിക്കണം. അദ്ദേഹമാണ് അനങ്ങുന്നത്, അദ്ദേഹമാണ് എല്ലാം ചെയ്യുന്നത്. നമുക്കൊന്നും ചെയ്യാൻ ശേഷിയില്ല. നാം എപ്പോഴാണോ അദ്ദേഹം തന്നെയാണ് ഞാനെന്നറിയുമ്പോ സർവശക്തനായി അനുഭവിക്കും. യഥാർത്ഥത്തിൽ അദ്ദേഹം തന്നെയാണ് ഞാൻ, അഹം ബ്രഹ്മാസ്മി എന്ന് നമ്മൾ അറിയുമ്പോ ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കാനും പ്രപഞ്ചത്തെ നിലനിർത്താനും പ്രപഞ്ചത്തെ പ്രവർത്തിപ്പിക്കാനും പ്രപഞ്ചത്തെ സംഹരിക്കാനും എല്ലാത്തിനും നമ്മൾ കരുത്തരായിത്തീരും.